കണ്ടോ? അതായത് ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ ഹെയർ സെറ്റിംഗ് സ്പ്രേ ഉപയോഗിക്കാൻ വേണ്ടി. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് BSc വ്ലോഗ്സ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു ഹെയർ സെറ്റിംഗ് സ്പ്രേ ഉപയോഗിച്ചിട്ട് എനിക്ക് കിട്ടിയ ഒരു പണിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ എന്ത് കാര്യം കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു പണി കിട്ടിയതെന്നും ഞാൻ എന്താണ് ശ്രദ്ധിക്കാതിരുന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും വൈകേണ്ട വീഡിയോയിലേക്ക് പോവാം. ഇതാണ് ഗാറ്റ്സ്ബിയുടെ ഹെയർ സെറ്റിംഗ് സ്പ്രേ. അപ്പൊ എനിക്ക് കിട്ടിയ പണി എന്താന്നല്ലേ, അപ്പൊ അത് ഞാൻ ആദ്യമേ തന്നെ പറയാം കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഹെയർ സെറ്റിംഗ് സ്പ്രേ ഉപയോഗിക്കുമ്പോൾ മുടിയിലെ ജടയൊക്കെ കളഞ്ഞിട്ട് വേണം മുടി സെറ്റ് ചെയ്തിട്ട് ഹെയർ സെറ്റിംഗ് സ്പ്രേ ഉപയോഗിക്കാൻ വേണ്ടി. ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടിയിലെ ജടയൊന്നും കളഞ്ഞില്ല, കുറച്ച് എമർജൻസി ആയിട്ട് പോകേണ്ട ഒരു ആവശ്യം വരും. അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടിയിലെ ജടയൊന്നും കളഞ്ഞില്ല, വേഗം ഹെയർ സെറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മുടെ സ്പ്രേ ഉപയോഗിച്ചു കേട്ടോ. അപ്പൊ സ്പ്രേ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം തിരിച്ചു വന്നതിന് ശേഷം മുടി ഒന്ന് ചീപ്പ് കൊണ്ട് ചീവി വെച്ചപ്പോഴാണ് മനസ്സിലായത് മൊത്തം കടുങ്കെട്ടായിട്ടിരിക്കുക. കാരണം ഓൾറെഡി നമ്മുടെ ഈ ഒരു സെറ്റിംഗ് സ്പ്രേയിൽ പശയുണ്ടാകും. അപ്പൊ ഈ പശയാണ് നമ്മുടെ മുടിനെ നല്ല രീതിയിൽ ഇങ്ങനെ ഒതുക്കി മാനേജബിൾ ആക്കി നിർത്തുന്നത്. പക്ഷെ അതിനിടക്ക് നമ്മുടെ മുടിയിലെ ജടയും കൂടി ആകുമ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് നമ്മുടെ മുടിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഹെയർ ഫോൾ ഉണ്ടാവുകയും ചെയ്തു, ഹെയർ പൊട്ടിപ്പോവുകയും ചെയ്തു കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ഹെയർ സെറ്റിംഗ് സ്പ്രേ ഉപയോഗിക്കേണ്ടതെന്ന് തന്നെ ആദ്യമേ തന്നെ പറഞ്ഞു തരാട്ടോ. നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ മുടിയിലെ ജടയെല്ലാം നീക്കം ചെയ്തിട്ട് മുടി നല്ലതുപോലെ കെട്ടുക. അതായത് നിങ്ങൾ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ കെട്ടുക. അതിനുശേഷം ഹെയർ സെറ്റിംഗ് സ്പ്രേ ഉപയോഗിക്കാം. ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയും ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമല്ലോ. തിരിച്ചു വന്നതിന് ശേഷം നിങ്ങൾ മുടി ഉടനെ തന്നെ ചീപ്പെടുത്ത് ചീവാൻ പോയത്. പകരം ചെയ്യേണ്ടത് മുടി അഴിച്ചതിന് ശേഷം ലൈറ്റ് ആയിട്ടൊന്ന് എണ്ണ തേച്ച് കൊടുക്കുക. അപ്പൊ എണ്ണ തേക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടിയിൽ ആ പശയുണ്ടല്ലോ, ആ പശയൊക്കെ നല്ല രീതിയിൽ തന്നെ ഇളകി തുടങ്ങി. അതിനുശേഷം നമ്മൾ കൈ കൊണ്ട് താഴേന്ന് മുകളിലേക്ക് ഇങ്ങനെയാണ് താഴേന്ന് മുകളിലോട്ട് ഇങ്ങനെ വിടിയിച്ച് ഇങ്ങനെ വേണം നമ്മൾ ഓരോ സെക്ഷൻ വൈസായിട്ട് തിരിക്കുക. അതിനുശേഷം നമ്മൾ മുടി കഴുകിയെടുക്കുക, വൃത്തിയോടുകൂടി കഴുകിയെടുക്കുക. എന്നിട്ട് ഉണങ്ങിയതിനു ശേഷം മാത്രമേ ചീപ്പ് കൊണ്ട് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ മുടി പൊട്ടിപ്പോവാനും മുടിക്കായ ഉണ്ടാകാനും പിന്നെ മുടി ഇങ്ങനെ കട്ട പിടിച്ച് പ്രശ്നങ്ങളൊക്കെ വരാനും ചാൻസ് ഉണ്ട്. ഇത് മുടി കൊഴിച്ചൽ കൂടാനും ചാൻസ് ആവും കേട്ടോ. പിന്നെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം, ഇതിന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നമ്മുടെ മുടി നമ്മൾ കഷ്ടപ്പെട്ടാണ് വളർത്തിയെടുക്കുന്നത് അല്ലെ. ഓരോ ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോഴും ഓരോ എണ്ണ വാങ്ങിക്കുമ്പോഴും ഓരോ കാര്യങ്ങളും നമ്മുടെ സമയവും നമ്മുടെ പൈസയും എല്ലാം ഇൻവെസ്റ്റ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതിന് നമ്മൾ കൊടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അത്രയും വലിയൊരു എഫേർട്ട് നമ്മൾ ഒറ്റയടിക്ക് എടുത്ത് കളയുവാട്ടോ. നമ്മൾ ഒരു തവണയെങ്കിലും ഹെയർ സെറ്റിംഗ് സ്പ്രേ ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യം നമ്മുടെ മുടി മാനേജബിൾ ആണ്, നമുക്ക് മാനേജ് ചെയ്ത് നിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള ഹെയർ സെറ്റിംഗ് സ്പ്രേ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് അധികം തിരിയേണ്ട കേട്ടോ. ഇനി നിങ്ങൾക്ക് മാനേജബിൾ ആയിട്ടുള്ള ഹെയർ എല്ലാ സെറ്റിംഗ് സ്പ്രേ ഉപയോഗിക്കണം അങ്ങനെയുണ്ടെങ്കിൽ ഗാറ്റ്സ്ബിയുടെ ഹെയർ സെറ്റിംഗ് സ്പ്രേ നല്ലൊരു ഓപ്ഷൻ ആണ്. അപ്പോൾ ഇതൊരു 66 ml ബോട്ടിലാണ്, അതായത് ഒരു 45 ഗ്രാമിന്റെ ബോട്ടിലാണ്. 100 രൂപയാണ് വില വരുന്നത്. നമ്മുടെ മാർക്കറ്റുകളിലും ഓൺലൈൻ സൈറ്റിലൊക്കെ ധാരാളമായിട്ട് ഇത് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നമ്മൾ മുടിയെല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം ഹെയർ സ്പ്രേ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ പിന്നെ മുടി ചീപ്പ് കൊണ്ട് ചീവാൻ പോകരുത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 15-25 സെന്റിമീറ്ററിന് അകലെ വെച്ചോണ്ട്, അതായത് ഈ ഒരു ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ ഹെയർ സെറ്റിംഗ് സ്പ്രേ ഉപയോഗിക്കാൻ വേണ്ടി കണ്ടോ. അതായത് ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ ഹെയർ സെറ്റിംഗ് സ്പ്രേ ഉപയോഗിക്കാൻ വേണ്ടി. ഒത്തിരി ഇങ്ങനെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഉപയോഗിക്കരുത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസ് ഒന്നിങ്ങനെ മറച്ചു പിടിച്ചിട്ട് ചെയ്യുക കേട്ടോ. കാരണം അത് ഫേസിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഈ ഹെയർ സെറ്റിംഗ് സ്പ്രേ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ചൊറിച്ചിലോ ഇച്ചിങ്ങോ ഡ്രൈനെസ്സോ എന്തെങ്കിലും അങ്ങനെ അലർജിക് ആയിട്ടുള്ള റിയാക്ഷൻ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഒരു സ്കിൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഹെയർ സെറ്റിംഗ് സ്പ്രേ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുക കേട്ടോ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി പ്ലീസ് ലൈക്ക് ഷെയർ കമന്റ് ചെയ്തേക്കണേ. പിന്നെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് കാണാം. ഡിയേഴ്സ് ബൈ, ടേക്ക് കെയർ.